ടൂറിസ്റ്റാണ്. അപ്പൊ ടൂറിസ്റ്റിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ നിലവിൽ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് തന്നെ 4 മാസത്തോളമായി ടൂറിസം സെന്റേഴ്സ് ക്ലോസ്ഡ് ആണ്. മെജോറിറ്റി എക്കോ ടൂറിസം തന്നെ അത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ സാറിന്റെ ഒരു ആഗ്രഹം ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് ഒരു ഗ്രാമം, അതായത് കേരളത്തിൽ ഒരു ഗ്രാമം ഏറ്റെടുത്ത് ഒരു ടൂറിസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആ ഒരു ഗ്രാമത്തിൽ കാണിച്ചു കൊടുത്താൽ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും. ഇതുവരെ അതിന്റെ ഡെവലപ്മെന്റ് ഒന്നും അറിയത്തില്ല. സാറിന് പറ്റുവാണെങ്കിൽ ഞാൻ സുത്തമത്തിരിക്കാരനാണ്, അപ്പൊ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. നമ്മുടെ സുത്തമത്തിരി ഗ്രാമത്തിലൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുമോ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണ്. പിന്നെ സാർ പറയാനുള്ളത്, ഇവിടെ പ്രോഗ്രാം തുടങ്ങി ഫസ്റ്റ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് ടൈം ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്, ജസ്റ്റിസിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഈ നമ്മുടെ കേരളത്തില് ഈ സ്ത്രീകൾക്ക് നേരിടുന്ന അതിക്രമങ്ങൾക്ക് ഒരു നോർമലായിട്ട് പറഞ്ഞാൽ പുള്ളിക്കാരി ഉദ്ദേശിച്ചത് ഒരു വേശ്യാലയം എന്ന രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്, ലീഗലായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ കുറയില്ല എന്നാണ്. അതെനിക്ക് ശരിക്കും ഞാൻ പേഴ്സണലായിട്ട് പറയാം, എല്ലാവരും പോയി ദുബായിലെ ഏത് സ്ത്രീക്കും 24 മണിക്കൂർ പുറത്തിറങ്ങി നടക്കാമെന്നൊക്കെ. അതിനൊരു കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത്, ലോകത്തിലെ ഏറ്റവും വലിയൊരു വേശ്യാലയം തന്നെയാണ് ദുബായ്. കാരണം വെച്ചാൽ അങ്ങനെ ഒരു ആവശ്യമായിട്ട് വരുമ്പോൾ അത് ലീഗലായിട്ട് തന്നെ ചെയ്യാനുള്ള അവസരങ്ങൾ അവിടെ കിട്ടുന്നത്. പക്ഷെ അതൊരു പുറത്ത് പറയുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ടാണ് സ്ത്രീകൾക്കെതിരെ വലിയ ആക്രമണവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ടൂറിസത്തിന് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അത് നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. അതിൽ എന്താണ് ഞങ്ങൾ ചെയ്യുന്നത്? അപ്പൊ എന്തായാലും ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അത് മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഒരു കൂട്ടായ്മയായിട്ട് തിങ്ക് ചെയ്യാറുണ്ട്. അപ്പൊ സാറിനായിട്ട് മെൻഷനായിട്ട് സപ്പോർട്ട് സാറ് തരാൻ പറ്റുന്നതാണ് ചോദിക്കുന്നത്. ഈ വേശ്യാലയത്തിന് സപ്പോർട്ടാണ്. ഞാനൊരു വേശ്യാലയ എക്സ്പെർട്ട് അല്ലാത്തതുകൊണ്ട് പിന്നെ ദുബായ് ഒരു വലിയ വേശ്യാലയമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങ് എക്സ്പീരിയൻസ് ചെയ്തിടത്തോളം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. എനിക്കതിനെ സമയം കിട്ടിയിട്ടില്ല. ഞാൻ 2 ദിവസം പതിക്കും തിരിച്ചു പോയിരുന്നു. ഇനി വിശദമായിട്ടൊക്കെ ഞാൻ പറഞ്ഞില്ല. ആദ്യ ഭാഗം വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം കേരളത്തില് നമുക്ക് ഒത്തിരി സാധ്യതകളുണ്ട്. ഒത്തിരി സാധ്യതകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, 20 തരത്തിലുള്ള ടൂറിസം വളർച്ചയ്ക്കുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഒരു ഗ്രാമം എടുത്താൽ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ, നമ്മുടെ ഏത് ഗ്രാമം. കാരണം എന്താ, ടൂറിസം എന്ന് പറഞ്ഞല്ല. എന്താണ് ടൂറിസം? ടൂറിസത്തില് ഇപ്പൊ നമ്മള് എന്താണ് ലോകം മുഴുവൻ മാർക്ക് പിടിക്കുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഒരു നാട്ടിലെ ജനം, അവന്റെ ജീവിതം, അവന്റെ സംസ്കാരം, അവന്റെ ഭക്ഷണം, അവന്റെ കലകൾ, അവന്റെ തൊഴില്, ഇതിനെ പോയി അനുഭവിക്കലാണ് ഏറ്റവും വലിയ ടൂറിസം. നിങ്ങൾ റോഡിലേക്ക് ചെന്നാൽ, ഞാൻ ആ ചെന്ന ദിവസം മുതൽ എന്നെ കൊണ്ടുവന്ന ആ കാറുമായിട്ട് വന്ന ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിന്റെ പേര് വൈശാഖ നമ്പ്യാരനാണ്. അദ്ദേഹം കുറിച്ചുകാരൻ തന്നെയാണ്. അദ്ദേഹത്തോട് ഞാൻ ആദ്യ ദിവസങ്ങൾ പറയുന്നത്, എനിക്ക് റുവാണ്ടയിലെ സാധാരണക്കാർ വസിക്കുന്ന ഗ്രാമങ്ങളിലേക്ക് പോകണം, അവരുടെ ഭക്ഷണം കഴിക്കണം, പറ്റുമെങ്കിൽ അവരുടെ ഒരു വീട്ടിൽ ഒരു രാത്രി കിടന്നുറങ്ങണം. ഒന്നാലോചിച്ച്, അത്യാവശ്യ സൗകര്യമുള്ള കേരളത്തിൽ നിന്ന് നമ്മൾ പോയിട്ട് റുവാണ്ടയിലെ ഒരു ഗ്രാമത്തിലെ വീട്ടിൽ പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു യൂറോപ്പിനോ അമേരിക്കനോ ഓസ്ട്രേലിയക്കാരനോ ജപ്പാൻകാരോ വന്നാൽ അവർ ഏറ്റവും കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മൃഗശാലയിലെ മൃഗങ്ങളെ ആയിരിക്കോ ഇവിടുത്തെ മനുഷ്യരെ ആയിരിക്കോ. ഇവിടെ നമുക്ക് ബുദ്ധിമുട്ടില്ല. നമ്മുടെ പ്രകൃതിയും മനുഷ്യന്റെ ജീവിതവും എല്ലാം ചേർന്ന് പോകുന്നത് അല്ലേ? വേമ്പനാട്ടുകായലിന്റെ തീരങ്ങളിലേക്ക് ചെന്നാൽ അതിനെ ഉപജീവിച്ച് കഴിയുന്ന മനുഷ്യര്, അവിടെ കക്കാവായിരുന്നവര്, അവിടെ മത്സ്യബന്ധനം നടത്തുന്നവര്, അവിടുത്തെ തെങ്ങിൻതോപ്പുകളിൽ തെങ്ങ് ചെത്തുന്നവര്, അവിടുത്തെ പുരയിടങ്ങളിൽ നിന്ന് മീൻ കിട്ടുന്ന സ്ത്രീകൾ, അവിടുത്തെ ഇപ്പാക്കാഴ്ച കാണാനില്ലെങ്കിൽ പണ്ടൊക്കെ കാണാമായിരുന്നു 10 വർഷം മുമ്പ് വരെ തെങ്ങോല കൊണ്ട് മെടഞ്ഞെടുക്കുന്ന ഓല കിടന്ന ആളുകൾ. ഇങ്ങനെ ഗ്രാമീണ ജീവിതത്തിന്റെ എന്തെല്ലാം കാഴ്ചകൾ കാണിക്കാൻ പറ്റും, ഇത് മാത്രം കാണിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡെസ്റ്റിനേഷൻ ആയിട്ട് കേരളം. കാരണം അത്രയേറെ വൈവിധ്യങ്ങളുണ്ട്. ആ ഒരു ഗ്രാമത്തിലെ ഒരു ഉത്സവം അല്ലെങ്കിൽ ഒരു പെരുന്നാള് ഒന്നും വേണ്ട, ഒരു സാധാരണ ദിവസം ആ നാട്ടിലെ കള്ളുഷാപ്പിലേക്ക് ചെന്നാൽ കാണുന്ന കാഴ്ചകൾ മാത്രം കണ്ടാൽ, അവിടുത്തെ മനുഷ്യരെ നിരീക്ഷിക്കാൻ നമുക്ക് അവസരം കിട്ടിയാൽ അതുപോലെ ഒരു ടൂറിസ്റ്റ് ആക്ടിവിറ്റി വരില്ല. ഞാൻ മനുഷ്യരെ, അതായത്
ഒന്ന് ചിന്തിച്ചു നോക്കും, നിങ്ങൾ കൗബോയ് സിനിമകളുടെ ലൊക്കേഷൻ കാണണമെന്ന് തീരുമാനിച്ച് അമേരിക്കയിലേക്ക് പോകുന്നത് തന്നെയല്ലേ? കൗബോയ് സംസ്കാരം നടന്ന സ്ഥലങ്ങള് സൗത്ത് വെസ്റ്റ് അമേരിക്കയിലെ ആ ഉൾനാടുകൾ കൗബോയ് സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സെറ്റിങ്, ആ ഭൂപ്രദേശത്തെ പ്രത്യേകത അത് കാണാൻ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ കൗബോയ് പ്രദേശങ്ങളിലേക്ക് ഒരു ദിവസം ടൂറിസ്റ്റുകൾ എത്തുന്നത്. ഇതേപോലെ തന്നെ അനന്തമായ സാധ്യതകളാണ്. നമുക്ക് വേണ്ടത് ഈ ഒരു പ്രോഡക്റ്റിനെ വൃത്തിയായിട്ട് പാക്കേജ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം വേണം. പാക്കേജ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വേണം? അതിനകത്ത് മിനിമം ആമിനിറ്റീസ് വേണം, ടോയ്ലറ്റ് ഫെസിലിറ്റികൾ വേണം, വൃത്തി വേണം, അത്യാവശ്യം സൗന്ദര്യം വേണം, നാച്ചുറൽ ആയിരിക്കണം, മാലിന്യ നിർമ്മാണത്തിനുള്ള സംവിധാനം വേണം. ഇതൊരുക്കുന്ന കൂട്ടായ്മകൾ ഓരോ ഗ്രാമത്തിലും ഉണ്ടായാൽ തീർച്ചയായും കേരളം മുഴുവൻ ഒരു ടൂറിസ്റ്റ് റിസോർട്ടായി മാറും. റിസോർട്ട് അല്ലാതെ ഒരു നെഗറ്റീവ് വാക്കാണ് കാര്യം പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു സംരംഭം ഒരു തരത്തിൽ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ആരംഭിക്കാൻ പാടുന്നുണ്ടെങ്കിൽ തീർച്ചയായും സുൽത്താൻ ബത്തേരിക്ക് സുൽത്താൻ ബത്തേരി, വയനാട്ടിലെ മറ്റൊരു ഗ്രാമമാണെങ്കിൽ തീർച്ചയായിട്ടും ആ കൂടെ എന്റെ എല്ലാ പിന്തുണയും സാന്നിധ്യവും. എന്തുകൊണ്ട് നിലനിൽപ്പുള്ള ഭൂരിഭാഗം വിദേശത്തേക്ക് തൊഴിൽ എപ്പോ ഇടാമെന്ന് പറഞ്ഞു തൊഴിൽ തേടി വിദേശത്തേക്ക് യുവാക്കൾ പുറത്തേക്ക് പോകുന്നു. ഇവിടെ ശമ്പളം കുറവായതുകൊണ്ടാണല്ലോ ഭൂരിഭാഗത്തിൽ പുറത്തേക്ക് പോകുന്നത്. എന്താണ് ഈ ശമ്പളം കുറവാകാൻ കാരണം? ഇവിടെ ഏത് കോഴ്സ് പഠിച്ചിരുന്നാലും താഴെ ശമ്പളം കിട്ടുന്നു. അപ്പൊ എന്ത് ജോലി ചെയ്യാൻ താല്പര്യമുള്ള സാധനം വീഡിയോയില് പറഞ്ഞു തരായിരുന്നു. പുറത്ത് എന്ത് ജോലി ചെയ്താലും ഇവിടെ നടക്കേണ്ടതാണല്ലോ അവിടെ ജോലി ചെയ്യുന്നത്. അവിടെ അതിനുള്ള ശമ്പളം കൊടുക്കുന്നു. ഇവിടെ ശമ്പളം ഇവിടെ കുറവാണ്. എന്താണ് ഒരു നടപടി? അല്ലെങ്കിൽ യുവാക്കൾ മൈഗ്രേഷൻ കാരണം എന്തുകൊണ്ടാണ് ഇവിടെ ശമ്പളം കുറവാണ്? ശമ്പളം കുറവ് ഉള്ള ആളുകൾ ശമ്പളം കൊടുക്കുന്നവരായി മാറുക. അപ്പൊ അപസംസിക്കും. ശമ്പളം മേടിക്കുന്നവരാണെന്ന ജീവിത ലക്ഷ്യമായിട്ടല്ല ജീവിക്കേണ്ടത്. 10 പേർക്ക് ശമ്പളം കൊടുക്കുന്നവരായിട്ട് ഞാൻ കേരളം ഭവിഷി. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എല്ലാവരും ജനിച്ചു വീഴുന്നതിനെ ശമ്പളം മേടിക്കാൻ പറ്റുന്നവരാകാൻ പറ്റുമെന്ന് ചിന്തിച്ചതാണ്. പരമ്പരാഗതമായിട്ട് നമ്മുടെ ചിന്തയുടെ കുഴപ്പമാണ്. എന്നാൽ ഇന്ത്യയിലെ മറ്റു പല സ്റ്റേറ്റുകളിൽ ജനിച്ചു വീഴുന്ന ആളുകൾ 10 പേർക്ക് ശമ്പളം കൊടുക്കുന്നവരായിട്ട് എങ്ങനെ മാറാമെന്ന് ചിന്തിക്കുന്നത് കൊണ്ട് സാമ്പത്തികമായിട്ടും വാണിജ്യപരമായിട്ടും അവർ കുതിക്കുന്നു. അവർക്ക് സ്വന്തം നിലയിൽ നിലനിൽക്കാനുള്ള വരുമാന സംസ്ഥാനം ഉണ്ടാവുന്നു. നമ്മുടെ പരമ്പരാഗത ചിന്തയിൽ ശമ്പളം മേടിക്കുന്നവരാണ് നല്ല ശമ്പളം കിട്ടുന്ന തൊഴിൽ എന്ന് പറഞ്ഞാണ് നമ്മളെ വളർത്തുന്നത് തന്നെ, അല്ലേ? സംരംഭകരാകുന്നു. ഇതെല്ലാത്തിനും ചെറിയൊരു ടൂറിസം പ്രോജക്റ്റ് ആവട്ടെ. നിങ്ങൾ എന്തിന് കുറച്ചു മുമ്പ് മേഡാന്റെ അടുത്ത് പറഞ്ഞു ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തതിന്റെ കാര്യം. കേരളത്തിൽ ഒരു നല്ല കക്കൂസ് കൊടുക്കാൻ വേണ്ടി സംഘടനയാണ് സംശയം. ആവശ്യ നേരത്ത് കക്കൂസിന് പറയാൻ വേറെ എന്തെങ്കിലും വീട്ടിൽ വരുന്നുണ്ടോ? ചോദിക്കുന്ന കാശ് നിങ്ങൾ കൊടുക്കില്ലേ? അപ്പൊ അത് സ്ട്രാറ്റജിക് ആയ സ്ഥലത്ത് കക്കൂസ് വേണം. എത്ര കാശ് കിട്ടുന്നവർ. അതായത് സാധ്യതകളുടെ അനന്തമായ ഒരു ലോകമാണ് ഈ പറഞ്ഞ കേരളം എന്ന് പറയുന്നത്. ടോയ്ലറ്റ് ഇല്ലാത്തത് നല്ലൊരു ടോയ്ലറ്റ് പണിട്ടാൽ പോലും നിങ്ങൾക്ക് വരുമാനമുണ്ടാകാൻ കാരണം മനുഷ്യന്റെ ആവശ്യങ്ങൾ തിരിച്ചറിയുക. ചോദിച്ചു ഈ കാലഘട്ടത്തിൽ യുവാക്കളോട് ഞാൻ സാധ്യതകളെ കുറിച്ച് പറയേണ്ടതില്ല. ഞാൻ പലരും പറഞ്ഞ ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്കുണ്ടായ മനുഷ്യന്റെ ആവശ്യങ്ങൾ കണ്ടെത്തി സംരംഭകരായി കോടീശ്വരന്മാരായ ഇന്ത്യക്കാരുടെ കണക്കെടുത്ത് ഞാൻ നോക്കും. സൊമാറ്റോ കേട്ടിട്ടില്ലേ? നിങ്ങളുടെ വീട്ടിലിരിക്കുമ്പോ അല്ലെങ്കിൽ ഒരു അതിഥി വീട്ടിൽ ചെല്ലുമ്പോ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ഒരു തൊഴിലിടത്തിലിരിക്കുമ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത് കിട്ടുന്ന ഒരു സംവിധാനം, അതിന്റെ ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നതിനെ തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യനാണ് സൊമാറ്റോ ആരംഭിച്ചത്. ഇതേപോലെ മനുഷ്യൻ ആഗ്രഹിക്കുന്ന എന്തെല്ലാമോ നിങ്ങൾ മനസ്സിലാക്കി നോക്കിയത്. മലയാളി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാമത്തിലുള്ളവർ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ പഞ്ചായത്തിലുള്ളവർ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ പട്ടണത്തിലുള്ളവർ ആഗ്രഹിക്കുന്ന എന്തെല്ലാമുണ്ട്. ഞാൻ ഈ ഒരു കോളേജിൽ സംസാരിച്ചപ്പോൾ ആ കുട്ടികളോട് പറഞ്ഞു, ഡിഗ്രിക്കെങ്കിലും പഠിക്കുന്ന 18 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ മാസം ഒരു 10,000 രൂപയെങ്കിലും വരുമാനം ഉണ്ടാക്കാനുള്ള വഴി കണ്ടുപിടിക്കണം. മാതാപിതാക്കളുടെ ഇടയ്ക്ക് പോയിട്ട് പൈസ മേടിക്കാൻ, സിനിമ കാണാനും ഭക്ഷണം കഴിക്കാനുള്ള പൈസ മേടിക്കുന്നത് നാണക്കേടാണ്. അത് ജീവിതം നേട്ടമാണ്. അപ്പൊ അതിനുള്ള വഴികൾ എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തില്
എത്രയെത്ര സാധ്യതയുണ്ട്. ഇപ്പോ നമ്മുടെ പല ഗ്രാമങ്ങളിലെ വീടുകളില് വൃദ്ധർ മാത്രമേ ഉള്ളൂ. മക്കളൊക്കെ വിദേശത്തുള്ള നിരവധി ഗ്രാമങ്ങൾ ഞങ്ങളുടെ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്, പാല, കോട്ടയം പ്രദേശങ്ങളിലൊക്കെ. ഈ വീട്ടുകാരെല്ലാം കണക്ട് ചെയ്ത് ഇവർക്ക് ആവശ്യമുള്ള സർവീസുകൾ നമുക്ക് ചെയ്തു കൊടുത്തത്. മരുന്ന് മേടിച്ചു കൊടുക്കാം, മരുന്ന് മേടിച്ചു കൊടുക്കാം. എന്തിനേറെ ഇവരെ ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ആശുപത്രി കൊണ്ടുപോകാം ഒരു ദിവസം, അല്ലെങ്കിൽ 3000 രൂപ ഫീസ് കിട്ടണം. മക്കൾ വിദേശത്തുള്ള മാതാപിതാക്കളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരെ എടുത്തുകൊണ്ട് പോകണില്ല, നടക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞത് മനുഷ്യന്റെ ആവശ്യം എന്തൊക്കെയാണ് തിരിച്ചറിയുന്നിടത്താണ് ബിസിനസ് വിജയിക്കുന്നത്. മനുഷ്യന് ആവശ്യമില്ലാത്ത 1000 ബിസിനസ് നമ്മൾ തുടങ്ങിയിട്ട് കൂട്ടിപ്പോകും. പകരം യഥാർത്ഥത്തിൽ കേരളീയർ ആഗ്രഹിക്കുന്ന എന്തൊക്കെ ഗവേഷണം നടത്തും. തിങ്ക് കേരള തന്നെ അതിനുള്ളൊരു ലിസ്റ്റ് ഉണ്ടാക്കും, അതിനുള്ളൊരു പ്രോജക്ട് ഉണ്ടാക്കും. എന്നിട്ട് ഈ മെമ്പേഴ്സിന് തന്നെ അതിൽ സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള വഴി തുറന്നു കൊടുക്കും. സാധ്യതകളുണ്ട്. അപ്പൊ നമ്മൾ ശമ്പളത്തിന്റെ കാര്യം ഇനി വിടരുത്. കാരണം കേരളത്തിൽ ശമ്പളം കുറയുന്നത് ഇവിടുത്തെ സാഹചര്യങ്ങളിലാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്റെ സ്ഥാപനത്തിൽ ഒരു വ്യക്തി വളരെ സുപ്രധാനമായ പോസ്റ്റിലിരിക്കുന്നു. അയാൾ ആ സ്ഥാപനത്തിലെ ആ ഡിവിഷന്റെ ചുമതലകള് ഏറ്റവും വിശ്വസ്തയോടെയും ഏറ്റവും ഭംഗിയായും എന്റെ അസാന്നിധ്യം പോലും ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നു. ഒരു ദിവസം അയാൾ എന്റെ അടുത്ത് പറയുകയാണ്, ഞാൻ ഈ സ്ഥാപനം വിടാൻ തീരുമാനിച്ചിരിക്കുന്നു, എന്റെ പ്രതിഫലം കുറവാണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഞാൻ ചെയ്യുക? ഞാൻ അവരോട് ചോദിക്കും, നിനക്ക് എത്രയാണ് പ്രതിഫലം വേണ്ടത്? അവൻ ആഗ്രഹിക്കുന്ന പ്രതിഫലം കൊടുത്ത് ഞാൻ നിർത്തുന്നുള്ളൂ. കേരളത്തിലെന്നല്ല ലോകത്തിലെ ഏത് സംരംഭകരും ചെയ്യുന്നതാണ്. അവിടെ 2 വഴിയുള്ളൂ. ഒന്നുകിൽ നിങ്ങൾ ശമ്പളം കൊടുക്കാൻ കഴിയുന്ന ഒരാളായി മാറുക, അതല്ലെങ്കിൽ എന്ത് വില കൊടുത്ത് നിങ്ങളെ ഒരു സ്ഥാപനത്തിൽ പിടിച്ചു നിർത്താൻ കഴിയുന്ന സ്കില്ല് ആർജിക്കുക, വൈദ്യുതി ആർജിക്കുന്ന ഒരാളായി മാറുക. ഈ 2 വഴിയേ ഉള്ളൂ. ഒത്തിരി പിടിച്ച് ശമ്പളം മേടിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു പോയി. അതാണ് ഞാൻ മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് മിനിയൂട്ടി എന്ന് പറയുന്നത്. ഇന്ന് ഒരുപാട് ആളുകൾ മിനിയൂട്ടി, ഊരകമല, പാണക്കാട്, ഉരൽ, ആ മലക്കൊരു പ്രത്യേകതയുണ്ട്. ചെറുപടി മല ഒക്കെ ആ ഒരു മലയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ ആ ഭംഗിയെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കുമെന്നുള്ളതാണ്. ആ മലയിൽ നിന്നാണ് ആലപ്പുഴ വരേക്കുമുള്ള സ്ഥലങ്ങളിലേക്ക് കരിങ്കല്ലുകൾ മാറ്റി കൊണ്ടുപോകുന്നത്. ഇന്ന് ആ ഊരകമല കണ്ടു കഴിഞ്ഞാൽ, ഞാൻ 5 വർഷക്കാലത്തോളം അതിന്റെ അടുത്തുള്ള കാരാത്തോട് എന്ന പ്രദേശത്ത് ഞാൻ താമസിച്ച ഒരാളാണ്. അന്ന് കണ്ടിരുന്ന, തുടക്കത്തിൽ കണ്ടിരുന്ന മല പിന്നെ മെലിഞ്ഞു വരുന്നതാണ് നമ്മൾക്ക് അനുഭവപ്പെട്ടത്. ഇതിന് എതിരെയായിക്കൊണ്ട് SSF എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ സാഹിത്യോത്സവവുമായി സംബന്ധിച്ച് ഒരു വീഡിയോ മേക്കിംഗ് മത്സരം ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തിൽ ഞങ്ങൾ ഈ ഒരു ദുരവസ്ഥ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. ആ പോയ സന്ദർഭത്തിൽ ഞങ്ങൾ അവിടെ അടുത്തുള്ള പ്രദേശത്തുള്ള ജനങ്ങളോട് ഞങ്ങൾ ഇതിനെ കുറിച്ച് കാര്യങ്ങൾ ആരാഞ്ഞപ്പോൾ അപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് കമ എന്ന അക്ഷരം ഇവിടെ മിണ്ടാൻ പറ്റില്ല. അത് മിണ്ടി കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ അധികൃതർ വരും. പോരാത്തതിന് ആ വീട്ടിലുള്ള ആ ചുറ്റുപാടുള്ള ഓരോ ആളുകളും ഈ കോറിയുമായിട്ടുള്ള ജോലിയിൽ ബന്ധപ്പെട്ടവരാണ്. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്, ഈ പ്രകൃതിയുടെ ഭംഗി കാത്തു സൂക്ഷിക്കുക എന്നുള്ളതോടൊപ്പം എങ്ങനെയാണ് ഈ കരിങ്കല്ല് കൊണ്ടാണല്ലോ നിങ്ങൾ പറഞ്ഞ കക്കൂസ് പോലുള്ള ചെറിയ സാധനങ്ങൾ വരെ കൂടെ നിർമ്മിക്കുന്നത്, എങ്ങനെയാണ് ഈ ഒരു പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കുന്നതോടുകൂടെ വികസനം സാധ്യമാക്കുന്നത്? അതായത് സുസ്ഥിര വികസനം എങ്ങനെ നമുക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും? വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഈ വികസനം എന്ന് പറയുന്ന ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്കറിയാം, ലോകത്തെ പ്രകൃതിക്ക് ഒരു കൂട്ടം ഉണ്ടാകാനില്ല. നമ്മളൊരു 5000 വർഷം മുമ്പ് ഉണ്ടായിരുന്ന പ്രകൃതിയല്ല ഇന്ന് എന്നതിന്റെ കാരണം തന്നെ എന്താ? മനുഷ്യന്റെ ആവശ്യങ്ങൾ കൂടി. ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രകൃതിയിൽ നിന്ന് വിഭവം എടുക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്നെടുത്ത വിഭവത്തെ രൂപാന്തരപ്പെടുത്തി നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. പെട്രോളിയം പോലുള്ള പൊഴിച്ചെടുത്ത് അതിനെ കത്തിക്കേണ്ട ആവശ്യം വരുന്നു. ഇതൊക്കെയാണ് പ്രകൃതിയെ നശിപ്പിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് ഉത്തരവാദിത്വം, ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്ക് ഉത്തരം പറയുന്ന ആൾക്ക് ഉത്തരവാദിത്വമുണ്ട്. പ്രകൃതിയെ ഏറ്റവും കുറച്ച് ചൂഷണം ചെയ്യുക എന്ന് ലോകത്തിലെ 800 കോടി ജനങ്ങൾ തീരുമാനിച്ചാൽ, ഞാൻ അല്ലെങ്കിൽ അടുത്ത ഒരു വർഷം ഞാൻ 20% കുറച്ച് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന സാധനം ഉപയോഗിക്കുന്നത് ഞാൻ തീരുമാനിച്ചാൽ, അതുപോലെ ഈ കേരളത്തിലെ
3.5 കോടി ജനങ്ങൾ തീരുമാനിച്ചാൽ അത്രയും ക്വാളിറ്റി കുറയും. ആവശ്യത്തിലധികം നമ്മൾ കെട്ടിടം പണിയാതിരിക്കാൻ നമ്മൾ സ്വയം തീരുമാനിക്കണം, അല്ലെങ്കിൽ ഗവൺമെന്റിന് നിയമം ഉണ്ടാകും. 4 പേരുടെ ഒരു കുടുംബത്തിൽ ഇത്ര സ്ക്വയർ ഫീറ്റ് കെട്ടിടമേ പാടുള്ളൂ. വ്യവസായശാലകൾ നമ്മൾ കേരളത്തിൽ വലിയ തോതിൽ ഉണ്ടാവുന്നില്ല, പക്ഷെ കൊമേഴ്ഷ്യൽ സ്ഥാപനം ഉണ്ടാകുന്നുണ്ട്. അതിന് നിലവിലുള്ളതിനെ എങ്ങനെ നമുക്ക് റിനോവേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും, പുനരുപയോഗിക്കാൻ കഴിയും, അതിനെ തന്നെ അതിന്റെ തകർത്ത് കളയുന്ന ഭാഗങ്ങളെ നമുക്ക് എങ്ങനെ വീണ്ടും ഉപയോഗിക്കാൻ കഴിയും. ഇങ്ങനെ വ്യത്യസ്തമായ ചിന്തകളിലൂടെ അത് സാധ്യമാകും. പിന്നെ രണ്ടാമത്, ഈ പഠനത്തിന് ശേഷം നമ്മുടെ പ്രകൃതിയെയും നമ്മുടെ പ്രകൃതി സൗന്ദര്യത്തെയും നമ്മുടെ കാലാവസ്ഥയും ഒക്കെ ഹനിക്കുന്ന മട്ടിലുള്ള ഖനന പ്രവർത്തനങ്ങൾക്ക് തടസ്സം ഇടപെടുന്നുണ്ട്, ഗവൺമെന്റ് നിയന്ത്രണങ്ങളുണ്ട്. എന്നാൽ ഇത് ബാധിക്കാത്ത സ്ഥലങ്ങളിൽ ഖനനം നടത്താനുള്ള സാധ്യതകൾ കണ്ടെത്തണം. കൂടുതൽ ആഴത്തിൽ കൂടുതൽ വിസ്തൃതിയിൽ ആ പ്രദേശത്ത് ഖനനം നടത്തി നമുക്ക് സാധനം എടുക്കേണ്ടതുണ്ട്. കൂടാതെ ഇതിൽ പകരമുള്ള മെറ്റീരിയൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. കെട്ടിട നിർമ്മാണത്തിന് ഈ പറഞ്ഞ പരമ്പരാഗത രീതി വിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കണം. അപ്പൊ അങ്ങനെ ഒരൊറ്റ ഉത്തരം കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല. പലവിധ രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് നമ്മൾ മാറേണ്ടി വരും. ഒറ്റ ഉത്തരം ഉണ്ടായിരുന്നെങ്കിൽ ലോകത്തിലെ ഏതെങ്കിലും രാജ്യം അതൊക്കെ നടപ്പാക്കിയല്ലേ? അതില്ല. അപ്പൊ നമ്മളെല്ലാവരും ഒരു റെസ്പോൺസിബിൾ ആയ ആളുകളാണ്. അദ്ദേഹം പറഞ്ഞ പോലെ വീട്ടിലൊരു സെന്റിൽ കൊണ്ടയാളും ഈ പ്രകൃതി ചൂഷണത്തിന്റെ ഒരു ഉപഭോക്താവാണ്. അയാൾ തന്നെ പൊടിയാണ്. ഞാൻ എന്റെ വീട് പണിയുമ്പോൾ കല്ല് പൊട്ടിക്കുന്നതിന് ഒരു പ്രശ്നം കാണില്ല. പക്ഷെ മറ്റൊരു രീതിയിൽ കല്ല് പൊട്ടിക്കുമ്പോൾ നമുക്കത് പ്രശ്നമാകുന്നത് നമ്മൾ ഉൾപ്പെടെയുള്ള സമൂഹം ഇതിന്റെ ഭാഗമാണെന്നുള്ളതാണ്. എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ എത്ര പണിയും മറ്റുള്ളവർക്ക് പണിയെന്ന് നമുക്ക് പറയാറില്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പ്രകൃതിയെ ചൂഷണം ചെയ്തെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒരു 10% കുറയ്ക്കുമെന്നൊരു തീരുമാനമെടുത്താൽ കേരളത്തിന്റെ 10% പ്രകൃതി സംരക്ഷിക്കാൻ കഴിയുന്നു കൂടുതലായി. നമസ്കാരം സാർ, എന്റെ പേര് ഞാൻ ബിസിനെ കുറിച്ച് പറഞ്ഞ ഒരു പ്രസിദ്ധമായ വേറെ വാക്കുണ്ട്. നമ്മൾ എല്ലാവരും കക്കൂസ് പണിയുന്നവരാണ്, പക്ഷെ കക്കൂസ് കഴുകാറില്ല എന്നുള്ള കാര്യം. ഞാൻ കുട്ടനാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഞങ്ങളുടെ കുട്ടനാട്ടിൽ എടുത്തു പറയുന്ന ഒരു നിർമ്മിതി എന്ന് പറയുന്നത് കൈനകരിയിൽ ഒരു ഹൗസ് ബോട്ട് ടെർമിനൽ ഉണ്ടായിരുന്നു. അത് 6 വർഷത്തിന് മുമ്പ് പണി കഴിപ്പിച്ച ഒരു നിർമ്മിതിയാണ്. വളരെയധികം പേര് അവിടെ വരുന്നുണ്ട്. എന്നാൽ ആ 6 വർഷത്തിനിടയ്ക്ക് അവിടെ പെയിന്റ് ചെയ്തിട്ടില്ല. അതിന്റെ ചുറ്റുപാടുള്ള റെയിലിങ്സ് എല്ലാം ഒരുമിച്ച് നശിക്കാറായിരിക്കും. സാർ പറഞ്ഞതുപോലെ എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, നമ്മൾ ആരാണ് ഇതിന്റെ മാനേജ്മെന്റ്, ആരാണ് ഇതിന്റെ ഉത്തരവാദി? ഇത് പണിയുമ്പോൾ ചിലപ്പോൾ MLA ഫോട്ടിൽ നിന്നോ എഗ്രിമെന്റിൽ നിന്നോ പണിത് കഴിയും, പക്ഷേ ഇത് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ആർക്കാണ് ഇത് ഉത്തരവാദിത്വം, എങ്ങനെ നമുക്കത് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ കഴിയും? അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലുകളും മറ്റ് സർക്കാർ കെട്ടിടങ്ങളൊക്കെ പണിയുന്ന സമയത്ത് പെയിന്റ് ചെയ്യും, പിന്നെ പെയിന്റ് ചെയ്യാറില്ല. അതൊക്കെ എങ്ങനെ നമുക്ക് ഒരു ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതിന് ആ പ്രദേശത്തെ ജനങ്ങളുടെ സഹകരണത്തോടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോപ്പറേറ്റീവായ ഒരു മുന്നേറ്റമുണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റികളോ മറ്റോ അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതല ഏറ്റെടുക്കുക. അതിന്റെ ആ ടെർമിനലിൽ പങ്കെടുക്കുന്ന ബോട്ടുകളിൽ നിന്ന് ഫീസ് പിരിക്കുന്ന എന്ന ചുമതലയിൽ അവർക്ക് കൊടുക്കുക. അവർ ആ പ്രദേശത്തെ പഞ്ചായത്ത് അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും സഹകരണ സംഘം അതിന്റെ മെയിൻ്റനൻസ് ചുമതല വഹിക്കുക. അതല്ലാതെ പെട്ടെന്ന് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവില്ല. മറ്റു പല രാജ്യങ്ങളിലും ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ ചുമതലയിലാണെങ്കിൽ അതിന്റെ താഴത്തെ തട്ടുവരെ ഒരു ഭരണ സംവിധാനം ഉണ്ടാവും. നമുക്ക് എല്ലാ പഞ്ചായത്തിലും അത്തരത്തിലുള്ള ഒരു സംവിധാനം ടൂറിസം ഡിപ്പാർട്ട്മെന്റിലില്ല. അതല്ലെങ്കിൽ നമ്മുടെ ഒരു ഭരണ സംവിധാനത്തിലെ പല പോരായ്മകളുടെയും ഭാഗമായി ഈ നിർമ്മിച്ച സാധനങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു ആ ഒരു ചട്ടങ്ങളിൽ പോലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. മെയിൻ്റനൻസ് എന്ന് പറയുന്നതിനെ കുറിച്ച് ആരും ബോധവല്ല. ശരിക്കും ഒരു 2 വർഷം പുതിയ ഒന്നും നിർമ്മിക്കാതെ ഉണ്ടാക്കിയതിനെയെല്ലാം ഒന്ന് മെയിൻ്റനൻസ് നടത്തുകയും ഒന്ന് പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്ത പ്രവർത്തനം മാത്രം മന്ത്രിമാരും MLA ശ്രമിച്ചാൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ഫെസിലിറ്റികളും പഴയതിനേക്കാൾ ഗംഭീരമാകും. കാരണം നമുക്കറിയാം, ബസ് സ്റ്റാൻഡുകൾ മുതൽ ബസ് സ്റ്റേഷനുകൾ മുതൽ വിമാനത്താവളങ്ങൾ വരെയുള്ള ഭാഗങ്ങളുടെ മെയിൻ്റനൻസിന്റെ പോരായ്മ കണക്കുകളുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉരുണ്ടിയായിട്ട് നമ്മൾ വാർത്ത വായിച്ചല്ലോ, വിമാനത്താവളങ്ങളാണ്, ബസ് സ്റ്റേഷനുകളല്ല. അപ്പോ ഈ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്, നവീകരണം എന്ന് പറയുന്നതിന് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. MLA-മാർ MP-മാർ ആ ഫണ്ടിന് നവീകരണത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ തെറ്റില്ലെന്ന് എന്റെ അഭിപ്രായം.
ഗുലാബ് പേര് മലപ്പുറം സ്ഥലം. എനിക്ക് സാറ് ഈ ഒരു ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ 2 കൊല്ലം മുമ്പ് ഇദ്ദേഹം പറഞ്ഞ സെയിം സാധനം തന്നെയാണ്. അതായത് നമുക്ക് നല്ല രീതിയിൽ പണിയാൻ അറിയാം, മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാം. ഞാൻ ചോദിക്കുന്നു, KSRTC പോലുള്ളൊരു നല്ലൊരു ഓർഗനൈസേഷൻ, നല്ല അവർക്ക് എല്ലാം ഉണ്ട്, അതായത് ഫെസിലിറ്റി ഉണ്ട്, ബസ് ഉണ്ട്, സർവീസസ് ഉണ്ട്, റൂട്ട്സ് ഉണ്ട്, അതിനൊക്കെ പണിയെടുക്കാനുള്ള ആൾക്കാരുണ്ട്, എല്ലാ ഫെസിലിറ്റേഷനും ഉണ്ട്. ഇനി കടമെടുത്തിട്ടായ ഫണ്ട് കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറുമാണ്. ഇതിന്റെ എന്തുകൊണ്ട് ഇതൊരു പ്രോഫിറ്റബിൾ ആക്കിയിട്ട് കൊണ്ടുപോകാൻ നമ്മളോട് ആരെക്കൊണ്ട് പറ്റുന്നില്ല? ഒരുപാട് പേര് മാറി മാറി തന്നു, പല ട്രയൽ നടത്തി, എന്തുകൊണ്ട് ഇതൊരു പ്രോഫിറ്റബിൾ ആയിട്ട് നടത്താൻ പറ്റുന്നില്ല? രണ്ടാമത്തെ കാര്യം, നമ്മുടെ മുല്ലപ്പെരിയാർ എല്ലാവർക്കും അറിയാം, മെയിൻ്റെനൻസ് ടൈം ഏകദേശം കഴിഞ്ഞു. ഈ മെയിൻ്റെനൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ റിസ്ക് മെയിൻ്റെനൻസിനുള്ള സാധനമാണ്. അതിന്റെ മെയിൻ്റെനൻസിനെ കുറിച്ചുള്ള അപ്ഡേഷൻസിൽ എന്തെങ്കിലും ഇതൊരു ടൂറിസമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആളുകൾ സാറിന് അറിയാവോ? അറിയാമെങ്കിൽ അത് ഷെയർ ചെയ്യുന്നത് നന്നാവും. താങ്ക് യു. ഈ ചോദ്യങ്ങൾ ഓരോന്നോടൊന്ന് കേട്ടുകൊണ്ടോ ഇതിന്റെ എല്ലാ ഉത്തരവാദി ഞാനാണെന്ന് എനിക്ക് തോന്നുന്നു. കക്കൂസ് കഴുകാത്തതുണ്ട്, KSRTC സ്റ്റാൻഡ് വൃത്തിയാക്കാത്തതുണ്ട്. ഞാൻ അല്ല, നിങ്ങൾക്കറിയുന്ന അത്രയൊക്കെ തന്നെ എനിക്ക് അറിയുന്നത് അതിനെക്കുറിച്ച്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടോ ധനകാര്യ മന്ത്രിയോടോ ഒക്കെ ചോദിക്കേണ്ട ചോദ്യമാണിത്. ഹലോ സർ, എന്റെ പേര് അഫ്ല, ഞാൻ മലപ്പുറം ജില്ലയാണ്. സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാനല്ല, ഞാൻ സാറിന്റെ ഭയങ്കര ഫാനാണ്. സഫാരിയുടെ ഒരു അഡിക്ഷൻ കൂടുതലും. ഞാനൊരു അത്യാവശ്യം ട്രാവൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പൊ ഒരു സമയം യൂട്ടിലൈസ് ചെയ്യുന്നത് എന്റെ ഒരു സജഷൻസ് പറയാനാണ്. ഞങ്ങൾ സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് 2 പേര് നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യനുള്ള ആൻസറാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ പറഞ്ഞ നമ്മൾ റൈപ്പ് ചെയ്യുന്നു. ഇപ്പൊ ഈ അടുത്ത് ഇന്നലെ മിഞ്ഞാന്ന് ഞാൻ അവിടെ ഒരു വയോധികയെ ഒരു പയ്യനെ റൈപ്പ് ചെയ്തത്. ഒരിക്കലും ഒരു വേശ്യാലയം പണിതത് കൊണ്ട് ആ ഒരു ബിഹേവിയർ മാറില്ല. ഇപ്പൊ വണ്ടി ആക്സിഡൻസ് നടക്കുന്നത്, തമ്മിൽ കൊലപാതകം നടക്കുന്നത്, പലരും വേണ്ടിട്ട് കുറച്ച് വണ്ടികൾ കൂട്ടി വെച്ചിട്ട് ഇടിക്കാനുള്ള മത്സരമോ അല്ലെങ്കിൽ തല്ലാനുള്ള മത്സരം നടത്തുന്നതുകൊണ്ട് കാര്യമില്ല. ഇത് 2 തരത്തിലുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൽ ഡിസോർഡേഴ്സ് ഒരുപാടുണ്ട്. ഇപ്പൊ നമ്മള് ഡിപ്രഷൻ നമുക്കുണ്ട്, അതുപോലെ തന്നെ പല പ്രശ്നങ്ങളുണ്ട്, നമുക്ക് പനി വരുന്നു. ഇതേപോലെ തന്നെ എന്തുണ്ട്, സെക്ഷൽ ഡിസോർഡേഴ്സ് ഉണ്ട്. അത് മെയിൽസിനും ഉണ്ട്, ഫീമെയിൽസിനും ഉണ്ട്. പലരും എന്തുണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യുന്നില്ല. ഒന്നാമത് മെന്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള ഒത്തിരി സ്റ്റിഗ്മാസ് ഉണ്ട്. ക്വസ്റ്റ്യൻ ഇതിപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോ 2 പേരെ ക്വസ്റ്റ്യൻ ചോദിച്ചത്, പക്ഷെ അതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് അത് ഇന്ത്യയുടെ കടമയാണ്. ഓക്കെ, ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇതൊന്ന് കണ്ടിന്യൂ ചെയ്തോട്ടെ. റേപ്പ് പ്രശ്നത്തിന് പരിഹാരമാർഗങ്ങളുണ്ടെങ്കിൽ അതിനകത്ത് ഒരു കാരണം കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒരു രീതിയുണ്ട്. ആൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളോട് മിണ്ടാൻ പാടില്ല, അവരോട് അടുപ്പുള്ളത്. അപ്പൊ എവിടെ നമ്മൾ സ്പേസ് കാണിക്കണം നമുക്കറിയില്ല. ഇപ്പൊ റീൽസിനാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യാനും നമ്മളെ സെക്ഷുവലി ഹരാസ് ചെയ്യാനും നമ്മൾ ഭയങ്കര എടുക്കാം. ഈ ഓരോ കാര്യത്തിലും നമ്മൾ എടുക്കുന്ന എഫോർട്ട്, ഇപ്പൊ ഒരാൾ സംസാരിക്കണം, ഒരാൾ നല്ലൊരു കാര്യത്തിൽ ഇനീഷ്യേറ്റീവ് എടുക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ ഉള്ളിൽ ഓരോരുത്തരുടെ ഉള്ളിലും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഇപ്പൊ അതുപോലെ തന്നെ ഒരാൾ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് റിപ്പോർട്ട് ചെയ്യുക, നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് കൊടുക്കുക. ആ സ്പേസ് ഇപ്പൊ ഞാനാണ് അല്ലെങ്കിൽ പെണ്ണാണ് എന്നുള്ള സ്പേസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. ഇനിയുള്ള തലമുറയിൽ നമ്മളാണിത് ഗോത്രൂ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ മാറണം. ഇപ്പൊ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിലും പലരുടെ ഉള്ളിലുള്ള ഒരു പെണ്ണ് വേറൊരു രീതിയിൽ ഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, പെണ്ണ് ഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവൾ എന്തും ചെയ്യാന്നുള്ളത് അത് ലേഡീസിൽ അടക്കമുണ്ട്. ഇപ്പൊ ഞാനിപ്പോ ബസ്സിൽ പോകുമ്പോൾ ഓരോരുത്തർ നോക്കുന്നതാണ്. അപ്പൊ ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു ഫ്രണ്ട് ഭയങ്കര പുരോഗതിയൊക്കെ പറയുക, റീൽസിലൊക്കെ അത്യാവശ്യം ഫേമസ് ആണ്. ആളുടെ പേര് ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഞാൻ ഇതുപോലത്തെ ഡ്രസ്സുകളും പറതയിടും. ഞാൻ ജസ്റ്റ് പറതിട്ടൊരു ഫോട്ടോ ഇട്ടു. എന്നോട് നീ ഇപ്പോഴാണ് ഒരു മനുഷ്യനായി, ഇപ്പോഴാണ് എന്നെ നോക്കാൻ പറ്റുന്നത്. പുറത്ത് ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഭയങ്കര ജനറലൈസ് ചെയ്തിട്ട് ബെസ്റ്റ് ആണ് പറയുമെങ്കിലും ഇവരുടെ ഉള്ളിൽ ഇതാണ്. ഫസ്റ്റ് അത് മാറ്റണം. നമ്മളുടെ ഡ്രസ് അല്ല ഒരാളെ ജഡ്ജ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഉണ്ടെങ്കിൽ അത് എവിടെ നമ്മൾ ചെയ്യണം നമ്മൾ തീരുമാനിക്കണം. ഇനി അതല്ല, നമുക്കത് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ശരീരത്തിന് ഒരു ടെമ്പറേച്ചർ ഉണ്ട്. ആ ടെമ്പറേച്ചർ ഹൈ ആകുമ്പോൾ നമുക്കറിയാം
അവോയ്ഡ് ചെയ്യാതിരിക്കുക. ഫുഡ് ബാക്കിയുള്ളത് പോലെ തന്നെ നമ്മുടെ സെക്സ് എന്നുള്ളത് നമ്മളുടെ നീഡാണ്, ലൈഫ് നീഡാണ്. ഒരു ഡിസോർഡർ ഉള്ള ഒരാൾക്കാണെങ്കിൽ പോലും സെക്സ് ആരും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല, നമുക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഒരു താങ്ക് യു വെരി മച്ച്. അപ്പൊ ഈ ചോദ്യം ഇനി മേലായി ചോദിച്ചു വെക്കില്ലല്ലോ. സർ എന്റെ പേര് റാബിത്ത്. ഞാൻ കോഴിക്കോട് വരുന്നത്. ഈ സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് നമ്മുടെ ടൂറിസം മേഖലയിൽ മാറ്റം കൊണ്ടുവരുന്ന സാധനം കേൾക്കുന്നുണ്ടോ? അതേപോലെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനും അതേപോലെ സോഷ്യൽ മീഡിയയിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും വേണ്ടിയിട്ട് ഒരു കൃത്യമായ ദിശാബോധം നൽകണം പിന്നെ ചിന്തിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പുതിയ ഇനിഷ്യേറ്റീവായിട്ട് മുമ്പോട്ട് വരുന്നതാണ്. ഈ ഒരു 10, 12, 13, 14 തീയതികളിൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിയേറ്റേഴ്സ് ഫെസ്റ്റിവലിൽ കോഴിക്കോട് വേദിയാകാൻ പോവാണ്. ക്രിയേറ്റേഴ്സ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ആശയമായിട്ട് ഈ വരുന്ന ഒക്ടോബറിൽ നമ്മളൊരു കോളേജ് ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ട് സമൂഹത്തിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവിടെ പങ്കെടുത്ത എല്ലാ ആൾക്കാരെയും അതിൽ ഇൻവൈറ്റ് ചെയ്യും. പേഴ്സണലി സാറിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സംസാരിക്കുകയും കൂടി ചെയ്യാനുള്ള അഭ്യർത്ഥനയായിട്ടാണ് നമ്മളിത് ഈ വേദിയിൽ എത്തിയത്. ശരി, ഏത് പരിപാടികളിലേക്ക് പരസ്യത്തിന്റെ ഘടകങ്ങളുണ്ട്? സാർ കുറെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു 6 വർഷം വർദ്ധിക്കുന്നതാണ് എന്റെ ഒരു ആദർശ്. സോ ജസ്റ്റ് സാറിന് തോട്ടറിയാൻ നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിലെ വളരെ ഓപ്പർച്യൂണിറ്റീസും സാർ കണ്ടിട്ടുള്ള മൊത്തം രാജ്യങ്ങളിലുള്ള വളരെ കൾച്ചറും നമുക്ക് എന്തുകൊണ്ടാണ് ഇതിൽ വളരെ കൾച്ചർ ഡെവലപ്പ് ആവാത്തതിനെ പറ്റി എന്താണ് എനിക്ക് കിട്ടിയിട്ടില്ല? എന്താ സാർ കുറച്ച് ക്ലിയർ ആണോ? വളണ്ടിയർ കൾച്ചർ യെസ്, കേരളത്തിലെ വളണ്ടിയർ കൾച്ചർ അതുപോലെ തന്നെ പുറത്തുള്ള രാജ്യങ്ങളിലെ വളണ്ടിയർ കൾച്ചർ സാറിന്റെ ഒരു തോട്ട് വിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വോളണ്ടിയറിംഗിന് അങ്ങനെ ഒരു പരമ്പരാഗതമായ ഒരു കൾച്ചറൊന്നും ഇല്ലെങ്കിലും ആവശ്യ നേരത്ത് നമ്മുടെ ആളുകൾ ധൈര്യപൂർവ്വം മുന്നിട്ടിറങ്ങി പ്രശ്നങ്ങളെ നേരിടാൻ സഹായിക്കുന്ന ചെറുപ്പക്കാരല്ലേ. നമ്മുടെ പ്രളയകാലത്ത് കോവിഡ് കാലത്തൊക്കെ നമ്മുടെ കേരള സമൂഹം നമുക്ക് ചെറുപ്പക്കാരെ മുന്നിട്ടിറങ്ങുന്നതും സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുന്നത് ഒത്തുകൊണ്ട് കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി നമ്മള് എന്താണ് ഒരു സിവിക് സെൻസിന്റെ ഭാഗമായി അത്തരത്തിൽ പരിശീലനം കൊടുത്തിട്ടാണ് വാസ്തവം. പക്ഷെ ആവശ്യം വരുമ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ഏറ്റവും മികച്ച ജനസമൂഹങ്ങൾ ഒന്നും തന്നെ അതിനൊരു തത്വമില്ല. ലാഭിച്ച് ഭക്ഷണാക്കിക്കാണോ ചിലപ്പോൾ എന്ന് മാത്രം ഒരു സംശയമുള്ളൂ. നമ്മൾ ഏറ്റവും മികച്ച ജനസമൂഹം തന്നെയാണ്, യുക്തിപൂർവ്വം ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കാൻ അറിയുന്ന ജനസമൂഹം തന്നെയാണ്, ഒരു സംശയവുമില്ല. ഒന്ന് അല്പം കൂടെ ആ സിവിക് സെൻസിലേക്ക്, സാമൂഹ്യ ബോധത്തിലേക്ക്, കുറച്ചുകൂടെ നിയന്ത്രണങ്ങളിലേക്ക്, അച്ചടക്കത്തിലേക്ക് നമ്മുടെ യുവതലമുറയെ അല്ലെങ്കിൽ വരാനുള്ള തലമുറയെ വളർത്തിയാൽ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാശാലികളാണെന്നുള്ള എനിക്ക് സംശയമില്ലാത്ത ജനസംഘം. അതുകൊണ്ടാണല്ലോ ഈ 145 രാജ്യത്തും പോയിട്ട് ഞാൻ ധൈര്യമായിട്ട് തിരിച്ചിങ്ങോട്ട് എനിക്ക് അവിടെ ആവശ്യമില്ല. എനിക്ക് ഈ നാടിലാണ് വിശ്വാസം, ഈ നാടിൽ തന്നെയാണ് പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ഒരു സംശയമില്ലാതെ ഞാൻ പറയും, നമ്മുടെ നാട്, നമ്മുടെ ജനങ്ങൾ, നമ്മുടെ യുവ സമൂഹം ഏറ്റവും മികച്ച തന്നെയാണ്. പക്ഷെ അതിനെ ഈ പറഞ്ഞ ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കേണ്ടത്, ഒന്ന് മോഡ് ചെയ്തെടുക്കേണ്ടത്. താങ്ക് യു സോ മച്ച്. സമയത്തിന്റെ പരിമിതിയോടാണ് ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് അറിയാം.